SYF ഓമശ്ശേരി മേഖല കൺവെൻഷനാണ് നമ്മളിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ബഹുമാന്യരായ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ എണ്ണം കൊണ്ട് വളരെ കുറവാണ് നമ്മളെങ്കിലും നാം ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തെ അധികരിച്ച് നോക്കുമ്പോൾ ഒരു ബൃഹത്തായ ഒരു സംഗമം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അതിൽ വിശ്വസിക്കുകയും അതിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി. വിശേഷിച്ചും ബഹുവന്യരായ താജുൽ ഉലമയും ശംസുൽ ഉലമയും നേതൃത്വം നൽകുന്ന ഈ ഒരു സംഘടനയിൽ അംഗമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകി. അൽഹംദുലില്ലാഹ് എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. നമ്മുടെ സംഘടന ഈ സംസ്ഥാനയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ 1924 ആരംഭിക്കുന്ന ആ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഒരല്പമെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു സംഘടനാ സംവിധാനം ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും 1920കളിൽ കേരളത്തിൽ നടന്ന മലബാർ കലാപം, ഈ മലബാർ കലാപത്തെ തുടർന്ന് കേരളത്തിൽ, അതായത് മലബാറിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ ഇളക്കി ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറക്കി. അവരൊക്കെ വെടിയേറ്റ് മരിക്കുകയും പല കുട്ടികൾ യതീമാവുകയും പല സ്ത്രീകൾ വിധവകളാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായി. ഇതിന് നേതൃത്വം നൽകിയത് അന്നത്തെ കാലത്ത് പല സുന്നി പണ്ഡിതന്മാരെയും പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലേക്ക്, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബഹുവന്യരായ ഖുതുബി തങ്ങളെ ക്ഷണിക്കാൻ 2 പേർ വന്നുപോയി. അവര് വന്നുകൊണ്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സമരം സംഘടിപ്പിക്കുന്നുണ്ട്, ഇന്ത്യ ഒരു വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം, അതിന് നിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഖുതുബി തങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകേണ്ടതില്ല എന്ന് ഒരു സമ്മേളനം നിങ്ങൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ വരാം. ബ്രിട്ടീഷുകാർ ഇവിടുന്ന്, അതായത് ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തത്വത്തിൽ പെട്ടതല്ല. ഭരണകൂടത്തിനെതിരെ ഒരിക്കലും വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സരണി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ 1920കളിൽ മലബാർ കലാപം ഉണ്ടായപ്പോൾ ഈ മലബാറിൽ അതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് മലബാർ, അതായത് അന്ന് കേരളം ഒറ്റപ്പെട്ട ഒരു ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിങ്ങനെ വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട ഈ കേരളത്തിൽ മലബാർ മേഖലയിൽ ഈ വിപ്ലവം ഉണ്ടായപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് പിന്നീട് കേരളത്തിൽ, അതായത് മലബാറിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ അവർ ഒരു പുതിയ ഒരു തത്വങ്ങളുമായി മുന്നോട്ട് വന്നു. അതാണ് മുസ്ലിം ഐക്യസഖ്യം. എല്ലാ ആളുകളും, ഈ ചേകന്നൂർ അടക്കമുള്ള ആളുകൾ, ഇതൊന്നും പോലെ പുതിയ വാദമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചേകന്നൂർ കൊണ്ടുവന്ന വാദമായാലും അന്ന് മലബാർ വിപ്ലവത്തെ തുടർന്ന് ഇവിടുന്ന് നാട് വിട്ടുപോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ അവർ കൊണ്ടുവന്ന പുതിയ ഒരു ആശയമായാലും ഇതൊക്കെ പണ്ട് കാലങ്ങളെ ആളുകൾ ചർച്ച ചെയ്യുകയും ആ ആളുകൾ അതിന് മറുപടി ഇമാമുകൾ അതിന് പറയുകയും ചെയ്തതാണ്. ചേകന്നൂർ മൗലവി വന്ന സമയത്ത് അന്ന് EK ഹസൻ മുസ്ലിയാരാണ് ഇതിനെതിരെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിനെതിരെ പ്രസംഗിക്കുകയും അദ്ദേഹത്തിന് വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും നടത്തിയത് EK ഹസൻ മൗലവിയാണ്. ഈ EK ഹസൻ മൗലവി അന്ന് പ്രതിപക്ഷത്തായിരുന്നിട്ട് പോലും ബഹുവന്യരായ ശൈഖുനാ താജുൽ ഉലമയുടെ അടുക്കൽ വണ്ടൂർ പള്ളിയിൽ വന്നുകൊണ്ട് സംശയം ചോദിക്കുകയും ആ വണ്ടൂർ അങ്ങാടിയിൽ വെച്ച് നടന്ന ചേകന്നൂരുമായുള്ള വാദപ്രതിവാദത്തിൽ ശൈഖുന ചില പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു.
അവർക്കെതിരെ എന്നും മെയിനായി നമ്മൾ ഉദ്ധരിക്കുന്ന പോയിന്റ് ഇതാ. അവർ പറയുന്നത് ഖുർആൻ മാത്രമാണ്. ഖുർആൻ മാത്രം എന്ന് പറയുമ്പോൾ ഖുർആൻ ആര്? ഈ ഖുർആൻ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന് ഇറക്കപ്പെട്ടത്, ഇത് തന്നെയാണ് അള്ളാഹു ഇറക്കിയത് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കാനാണ് മെയിനായിട്ട് ശൈഖുന നിർദ്ദേശിച്ചത്. ആ കാര്യങ്ങൾ അങ്ങനെയാണ്. അതായത് വാദപ്രതിവാദത്തിന് പോകുമ്പോഴും മറ്റുള്ള സംഘടനക്കാർ, അന്ന് സംഘടനാ സങ്കുചിതത്വമല്ലോ, ഇന്നാണ് സംഘടനാ സങ്കുചിതത്വം. ഏതിലും എന്തിലും സലാം പറയുന്നതിലടക്കം സംഘടനാ സങ്കുചിതത്വം ഇന്ന് എല്ലാ മേഖലയിലും നിയരിച്ചു നിൽക്കും. അന്ന് ആ സംഘടനാ സങ്കുചിതത്വമല്ല. ആ ശൈഖുനായുടെ അടുക്കൽ വന്നുകൊണ്ട് മറ്റു സംഘടനയിൽപ്പെട്ട ആളുകൾ വാദപ്രതിവാദത്തിന് പോകുമ്പോ എന്താണ് സമ്മതം ചോദിക്കുകയും അതിനാവശ്യമായ പോയിന്റുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് 1920കളിൽ മലബാർ വിപ്ലവത്തെ തുടർന്ന് മലബാറിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്ന ചില നേതാക്കന്മാർ മലബാറിലേക്ക് തന്നെ തിരിച്ചു വരാൻ കണ്ടെത്തിയ ഒരു ഉപായമായിരുന്നു മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും അതുവരെ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ചില വിദണ്ഡവാദങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ആയാൽ കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് കേരളത്തിൽ അന്ന് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ സമസ്ത രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് ഇങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ മുജാഹിദുകൾ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു. അപ്പൊ മുജാഹിദുകൾക്കാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾ കേരള ജംഇയ്യത്തുൽ ഉലമ, അതായത് സുന്നികൾ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് അത് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ മുജാഹിദുകൾ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ നമ്മുടേത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക്, അങ്ങനെയാണ് സമസ്ത അതിന്റെ മുന്നിൽ വരുന്നത്. ഇങ്ങനെ തുടർന്നു പോന്ന് ഏതൊരു വിഭാഗം ആളുകൾക്കും ഏത് മദ്ഹബിൽ വിശ്വസിക്കുന്നവർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൽ അതായത് നമ്മൾ ശാഖാപരമായ വിഷയങ്ങൾ, അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട ചില വിശ്വാസപരമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി ശാഖാപരമായ വിഷയങ്ങൾ നമുക്ക് പിന്നെ ഏത് മദ്ഹബിലുള്ളതും സ്വീകരിക്കാൻ ഉതകുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തപ്പോഴായത്. അതിന് വിരുദ്ധമായി ഈ സ്പീക്കർ ഖുത്ബ പാസാക്കിയതിന്റെ പേരിലാണ് ശൈഖുന ഇറങ്ങിപ്പോയത്. ശൈഖുന രാജിവെച്ച് ഇറങ്ങിപ്പോന്നു. ആ സംഘടനയിൽ യോഗം ചേർന്നപ്പോ അതിൽ നിന്ന് തന്നെ നമ്മുടെ ബഹുവന്യരായ, നമ്മൾ അടുത്ത മാസം അനുസ്മരിക്കുന്ന ബഹുവന്യരായ ഏഴിമല തങ്ങളുടെ ജ്യേഷ്ഠൻ യാസീൻ മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞറമുട്ടി മുസ്ലിയാരും ആ യോഗത്തിൽ വെച്ച് തന്നെ ഇതിനെ ചോദ്യം ചെയ്തു. തുഹഫയിലുണ്ടല്ലോ, ഇതിലുണ്ടല്ലോ, മറ്റു കിതാബുകളിലുണ്ടല്ലോ, എന്ത് ചെയ്യും? 40 അംഗ മുഷാവറയുണ്ടായിട്ട് തുച്ഛമായ ഒരു കോറം പോലും തികയാത്ത, അത്രയും ചെറിയ 1/3 പോലും എത്താത്ത മുഷാവറ വിളിച്ചു ചേർത്ത് അതിൽ നിന്ന് തന്നെ 12-ൽ 2 പേർ, അതായത് 13-ൽ 2 പേർ ശക്തമായി എതിർക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഇത് പാസ്സായത്. ശൈഖുനായോട് ഭീഷണിപ്പെടുത്തി നിങ്ങളെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ ശൈഖുന നിങ്ങൾക്ക് കാണാം, ശൈഖുന ഒപ്പുവെച്ചത് ഒരു സ്റ്റാർ വരച്ചതാണ്. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ട്. ശൈഖുന സാധാരണ ഒപ്പുവെക്കുന്നത് പോലെയല്ല ഒപ്പുവെച്ചത്. ശൈഖുന അവിടെ ഒരു സ്റ്റാർ വരച്ചു, എന്നിട്ടാണ് ഒപ്പിട്ടത്. അതായത് ഒപ്പ് സ്റ്റാറാണ്. അതായത് ശൈഖുനായുടെ സാധാരണ തൊപ്പല്ല ആ ഒപ്പ്, അതിലിട്ടൊപ്പ്. അങ്ങനെ ഭീഷണിയെ തുടർന്ന് അതിൽ ഒപ്പിട്ടു. ഇന്ന് വണ്ടൂർ പിന്നെ ജാമിയ വഹബിയയിൽ പഠിച്ച ആൾക്കാർക്ക് അറിയാം, കുഞ്ഞിപ്പോ അൽസലാം ഹോട്ടൽ കുഞ്ഞിപ്പാക്ക മൂപ്പര മരിച്ചു അല്ലേ? ആ മൂപ്പര ഹോട്ടലിൽ വന്നപ്പോൾ അവിടെ നിന്നാണോ അല്ലെ വന്ന് പറഞ്ഞത്, ഞാൻ അത് രാജിവെച്ചോ അയാളോട്.
ഒന്ന് നേരെ അവിടെ കയറി ഒരു ചായ കുടിച്ചിട്ടാണ് അല്ല പറഞ്ഞത് രാജിവെച്ചു. അപ്പൊ രാജിവെച്ച് നിർബന്ധിതമായി രാജിവെച്ച് പുറത്തു പോരേണ്ടി വന്നു. ഇതിന് നേതൃത്വം നൽകിയ ഈ പറഞ്ഞ അവർ ശംസുൽ ഉലമ എന്ന് വിളിക്കുന്ന നമ്മൾ ബഹുയിക്കെ, നമ്മൾ അവരെ കുറിച്ചൊന്നും പറയണ്ട. അവര് അവസാന കാലഘട്ടം എന്നല്ല, അതിന്റെ ഇടയിൽ തന്നെ പല വിധത്തിൽ ആ സംഘടനയിൽ നിന്ന് കുത്തലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുനെ രാജിവെച്ചതിന് ശേഷം ഒരുപാട് തലമുതിർന്ന പണ്ഡിതന്മാർ ഷെയ്ഖുനയെ നിർബന്ധിച്ചതിന് ശേഷമാണ് ഷെയ്ഖുന ഈ സംഘടന രൂപീകരിക്കുന്നത്, ബഹുവന്യരായ താജുൽ ഉലമ. അതുവരെ ഒരു സംഘടനയിലും അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച കാലം മുതൽക്ക് തന്നെ അതിൽ അംഗമാകാതിരുന്ന ആളാണ് ബഹുവന്യരായ ശംസുൽ ഉലമ കിയനൂർ. ഒരു സംഘടനയിലും അംഗമായിട്ടില്ല. ആ ശംസുൽ ഉലമ കിയനൂറെ നിങ്ങളെ ഇതിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് കത്തയക്കുക ചെയ്തു. ഷെയ്ഖുന താജുൽ ഉലമ തെരഞ്ഞെടുത്തത് ആ സ്ഥാനത്ത് തന്നെ വേണ്ട എന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പ്രസിഡന്റ് അല്ല ആയത്, ജനറൽ സെക്രട്ടറിയാണ് ആയത്. അവിടെയൊക്കെ നോക്കൂ നിങ്ങൾ ഷെയ്ഖുനയുടെ ദീർഘവീക്ഷണം. സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഷെയ്ഖുന പിന്നീട് സമസ്ഥാനയുണ്ടാക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ജനറൽ സെക്രട്ടറിയാണ് ആയത്. പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രസിഡന്റ് ആകാൻ ഒരു പൂതി ഉണ്ടായി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടായി, എന്തെങ്കിലും തരം ഒരു ദുർവ്യാഖ്യാനം അതിൽ കണ്ടെത്തിയാണ്. പക്ഷേ ഷെയ്ഖുന അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് മരിക്കുന്നത് വരെ, വഫാത്താകുന്നതുവരെ നിലകൊണ്ട്. പ്രസിഡന്റ് മറ്റു പലരുമായി. ഇനി നോക്കൂ, ഇന്ന് നമ്മുടെ NK മുഹമ്മദ് മുസ്ലിയാർ ഷെയ്ഖുന, ഈ ഷെയ്ഖുന NK മുഹമ്മദ് മുസ്ലിയാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനയുടെ പ്രസിഡന്റ്. അദ്ദേഹം ആരാ? നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ആരാ? ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ ആ അവിഭക്ത സമസ്തയാണ് എന്ന് പറയുന്നത്. അവിഭക്ത സമസ്തയിൽ മെമ്പറായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക വ്യക്തിയാണ്. ഇന്ന് ജീവിച്ചു വേറെ ആരുമില്ല. CPIM-നെ കുറിച്ച് പറയും പോലെ VS അച്യുതാനന്ദൻ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അന്ന് രൂപീകരിക്കുന്ന കാലത്ത് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന CPI പിളർന്നിട്ടാണ് CPIM ഉണ്ടായത്. അപ്പൊ അന്ന് ഇറങ്ങിപ്പോന്ന കുറച്ച് ആളുകളുണ്ട്, അതിൽ VS അച്യുതാനന്ദൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഷെയ്ഖുന NK അവറുകൾ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അവിഭക്ത സമസ്തയിൽ അംഗമാണ്. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മറന്നു. നമ്മളെ നേരെ കുറച്ച് രണ്ട് പ്രസിഡന്റ് മുമ്പായിരുന്നു. കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തില് എന്നെ സമസ്തയിൽ ചേർത്തത് NK മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ആളാണ്. നമ്മളെ NK ആണ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരെ സമസ്തയിൽ അംഗമായി ചേർത്തത്. ഷെയ്ഖുനായെ ചേർക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഷെയ്ഖുനായുടെ കാല് കണ്ടു. അതായത് കാല് ഒറ്റ അടിയുള്ള കാല്. നമ്മളെ കാലൊക്കെ നോക്കിയ അടിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ. എല്ലാ കാല് മുഴുവനായിട്ട് ഒരിക്കലും പതിയൂരല്ലേ നമ്മളത്. ചില ആളുകൾക്ക് കാണാം നല്ല പതിഞ്ഞ കാല്, ഒന്നായിട്ട് പതിഞ്ഞു. അപ്പൊ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവർക്കുള്ള ഒരു ലക്ഷണമാണത്. അങ്ങനെ കണ്ടിട്ടാണോലെ ഷെയ്ഖുനായെ 19ാമത്തെ വയസ്സിൽ ഈ സമസ്തയുടെ അവിഭക്ത സമസ്തയുടെ മുശാവറ മെമ്പറായി തെരഞ്ഞെടുത്തു. അന്ന് EK എന്ന ചിത്രത്തിലില്ല. EK അവറുകൾ പിന്നീടാണ് സമസ്തയിലേക്ക് കടന്നു വരുന്നത്. EK അവറുകളെ കുറിച്ച് നമ്മൾ ചരിത്രം പഠിക്കുന്നവരൊക്കെ ചരിത്രം പഠിക്കുക എന്നല്ലാതെ അവരെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അപ്പോ EK അവറുകളൊക്കെ പിന്നീട് സമസ്തയിലേക്ക് കടന്നു വന്നപ്പോൾ അവിഭക്ത സമസ്തയിൽ അന്ന് 40 ആളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉലമാക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കുതുബി തങ്ങളുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുനായെ 19ാമത്തെ വയസ്സിൽ തന്നെ ഇതിന്റെ മെമ്പറായി, ഏത് മുശാവറ മെമ്പർ, നമ്മൾ മനസ്സിലാക്കണം, ചില്ലറയല്ല. 19ാമത്തെ വയസ്സിൽ മുശാവറ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീടാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എത്രയോ ആളുകൾ ഈ പറഞ്ഞ ഷെയ്ഖുനാക്ക് ശേഷം പ്രസിഡന്റായ കണ്ണിയത്തവറുകൾ, അവരെയൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. കണ്ണിയത്തവറുകൾ ഫത്വ കൊടുത്തു എന്നാണ് നമ്മൾ പറയുന്നത്. ഷെയ്ഖുന ആ കാലഘട്ടത്തിൽ തന്നെ സമസ്തയുടെ യോഗം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും ചോദ്യങ്ങൾ വേദിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ സദസ്സിലേക്ക് വന്നാൽ കുതുബി തങ്ങൾ അത് തുടങ്ങുമ്പോൾ
ഫത്വ കൊടുക്കൽ തുടങ്ങും. എന്നിട്ട് ഷെയ്ഖുനാനോട് പറയാ, ഷെയ്ഖുനാക്ക് കൈമാറുകയാ ചെയ്യുക. ആ ഷെയ്ഖുന പ്രസിഡന്റായ സമയത്താണ് ഈ ദർസ് ഏകീകരണത്തിന്റെ ഒരു വിഷയം വരും. ദർസ് ഏകീകരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അറബി കോളേജിലൊക്കെ കാണും പോലെ ഒരൊറ്റ സിലബസ് വെച്ച് ആ സിലബസിലുള്ള ദർസിലെ കിതാബുകൾ മാത്രം പഠിപ്പിക്കും. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ദർസുകൾ ഏകീകരിക്കാനുള്ള ഒരു ചർച്ച വന്നു. ആ ചർച്ച വന്ന സമയത്ത് അതിനെ തടയിട്ടത് ബഹുമാന്യരായ താജുൽ ഉലമ താജുൽ ഉലമയുടെ അടുക്കലേക്ക് വന്ന് ആ അടുക്കലേക്ക് വന്നുകൊണ്ട് പല ആളുകളും കുഞ്ഞിറമുട്ടി മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഞമ്മക്കൊക്കെ കുറച്ച് കിതാബെ ഓതി കൊടുക്കാൻ അറിയുള്ളൂ. ഇപ്പൊ ദർസ് ഏകീകരിച്ചാൽ നമ്മൾ കൊടുങ്ങല്ലോ, നമുക്കറിയാത്ത കിതാബൊക്കെ ദർസ് ഏകീകരിക്കുമ്പോൾ അതിലേക്ക് വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്ന് മനസ്സിലാക്കി ഷെയ്ഖുൻ അങ്ങോട്ട് പോവുകയും കുതുബി തങ്ങളുടെ അടുക്കൽ അന്ന് സുഖമില്ലാതെ കിടക്കുന്ന കുതുബി തങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു കത്ത് വാങ്ങുകയും ആ കത്ത് ഷെയ്ഖുന ആ സദസ്സിൽ, അതായത് ഇവരുടെ ചർച്ച ചെയ്യുന്ന ഷെയ്ഖുന പ്രസിഡന്റായി തന്നെ ഇരിക്കുന്നത് ആ സദസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ അത് കൈമാറുകയും ആ കത്ത് വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ കത്ത് വായിച്ചപ്പോൾ ആ കത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ദർസ് ഏകീകരണം പാടില്ല എന്നുള്ളതാണ്. അപ്പോ സദസ്സിൽ നിന്ന് ആരോ ഒരാൾ പറഞ്ഞു, ഞാനത് അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പലരോട് അന്വേഷിച്ചു നോക്കി, വല്ലവന്റെയും കത്ത് എന്തിനാണോ ഇവിടെ വായിക്കുന്നതെന്നാണോ ചോദിച്ചത്. വല്ലവന്റെയും കത്ത് കുത്തുബി തങ്ങളെ കുറിച്ച്. അപ്പോ അവർകൾ അദ്ദേഹത്തെ ശാസിച്ചു, വല്ലവന്റെയും കത്താണോ ഇത് ഷെയ്ഖുന കുത്തുബി തങ്ങളുടെ കത്തല്ലേ എന്ന് പറഞ്ഞ് ശാസിച്ചു. അപ്പൊ ഈക്കെ അല്ല എന്ന് മനസ്സിലായി. വേറെ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോ അതിനെക്കുറിച്ച് പലരോട് ഞാൻ ചോദിച്ചു. അത് നമ്മുടെ ഷെയ്ഖുനായുടെ സ്മരണികയിലുണ്ട്. ഷെയ്ഖുനായുടെ സ്മരണികയിൽ ബഹുവന്യരായ മൗലാന അവർകൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ആരാ മൂപ്പരോട് ചോദിക്കാൻ ഒരു പേടിയാണ്, ഇപ്പൊ ആരാണോ ചോദിച്ചതെന്നുള്ളത്. അപ്പോ എന്തായാലും ദർസ് ഏകീകരണത്തെയും എതിർത്ത് തോൽപ്പിച്ചത് ബഹുവന്യരായ ഷെയ്ഖുനായുടെ ബുദ്ധിയാണ്. അവിടെ വോട്ടെടുപ്പ് നടത്തുകയും അതുപോലുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്താൽ ഒരിക്കലും അവിടെ വിജയിക്കാൻ കഴിയാത്ത സമയത്താണ് ഷെയ്ഖുന കത്ത് വാങ്ങിക്കൊണ്ടുവന്ന് ഷെയ്ഖുന കുതുബി തങ്ങളുടെ കത്ത് വായിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ പല ആളുകൾക്കും പ്രയാസമുണ്ടാകുമെന്ന് ഷെയ്ഖുനാക്കറിയാം. നമുക്ക് തന്നെ മനസ്സിലാക്കിയാൽ അറിയാം, ഇന്ന് കേരളത്തിലുള്ള ഏത് സംഘടനയുടെ നേതാക്കന്മാരെടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ പരമ്പര ഷെയ്ഖുന കുതുബി തങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുന്നില്ല. വേറൊരു പരമ്പര അവർക്ക് പറയാൻ കഴിയില്ല. കുതുബി തങ്ങളുടെ ആ പരമ്പരയിലൂടെ അല്ലാതെ ഒരിക്കലും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതൻ അവരുടെ ഉസ്താദുമാരുടെ പരമ്പര പറയാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു അഭിമാനമാണ്. കാരണം ആ കുത്തുബി തങ്ങൾ എവിടെ വരച്ചുവോ, ആ കുത്തുബി തങ്ങൾ ഏതൊരു കാര്യം നമ്മെ പഠിപ്പിച്ചുവോ ആ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഖുതുബ പരിഭാഷ അല്ല, സ്പീക്കർ ഖുതുബ, അതുപോലെ ഖുർആൻ പരിഭാഷ അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഷെയ്ഖുന ഓറോട് ഒരിക്കൽ SYF-ന്റെ സംസ്ഥാനയുടെ ഏതോ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഓരോട് ചോദിച്ചു പോൽ ഒരാൾ ഖുതുബ ജുമുഅയുടെ സന്ദർഭത്തിൽ, വെള്ളിയാഴ്ച ജുമുഅയുടെ സന്ദർഭത്തിൽ ഒരു പള്ളിയിൽ എത്തിച്ചേർന്നു. അവിടെ സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ജുമുഅയാണ്, എന്തു ചെയ്യും? അപ്പോറാണ് അതിന് മറുപടി പറഞ്ഞത്. അത് കേട്ട ജീവിച്ചിരിപ്പുള്ള ആളുകൾ ഇന്നും നാദാപുരത്തുണ്ട്. ഷെയ്ഖുന ഓർ പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നടക്കുന്ന നേരത്ത് എത്തിപ്പെട്ട പള്ളി ജുമുഅ ഇല്ലാത്ത പള്ളി, അപ്പോൾ എന്തു ചെയ്യും? അത് തന്നെ ചെയ്യും. അതായത് ഷെയ്ഖുന ഓർ ഇതിന് ശേഷം ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട് അതില്. അതായത് നാദാപുരത്തൊക്കെ ഷെയ്ഖുന ഇതിനെ അംഗീകരിച്ചു, കിയനോർ ഇതിനെ അംഗീകരിച്ചു എന്ന തരത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും കിയനോർ ആളാണല്ലോ, എല്ലാരും കിയനോർ ആളാണ്. അവര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാരും കിയനോർ ആയ ആള്. AP വിഭാഗമായാലും EK വിഭാഗം പ്രത്യേകിച്ചു സ്മരണികയൊക്കെ ഇറക്കിയല്ലോ അവര്, കടമേരി റഹ്മാനിയുടെ പേരിൽ. അപ്പൊ ഇപ്പൊ എല്ലാരും ഷെയ്ഖുനായുടെ ആളാണ്, ശംസുൽ ഉലമ കിയനോറുടെ ആളാണ്. പക്ഷേ അവരെവിടെ വരച്ചുവോ ആ ഒരു ആശയത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എത്ര ഖേദകരമാണ്.
EK അവർകൾ അദ്ദേഹം ഖുർആൻ പരിഭാഷയെ നിശിതമായി വിമർശിച്ച ആളാണ്. KVയുടെ പിന്നെ ദൈവം മുസ്ലിമീങ്ങളുടെ ദൈവമല്ല എന്ന് ലേഖനം എഴുതിയ ആളാണ്. KVയുടെ ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്ന് ലേഖനം എഴുതിയ ആളാണ് EK അവർകൾ. ആ EKയുടെ പേരിൽ അറിയപ്പെടുന്ന EK സംസ്ഥയുടെ ഔദ്യോഗികമായി അവർ ഖുർആൻ പരിഭാഷ മറ്റേ നദീബി സാഹിബ് ഇറക്കിയല്ലോ ഖുർആൻ പരിഭാഷ. അതായത് അവര് ഏതൊരു സംഘടനയുടെ പേരിലാണോ അറിയപ്പെടുന്നത് EK എന്ന വിഭാഗം അവരെന്നെ പറയുന്നതല്ലേ EK വിഭാഗം പോലും പറയുന്നുണ്ട്. EK വിഭാഗം ആ EK വിഭാഗം എന്ന EKയുടെ പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗം EK എന്ന് പറഞ്ഞോ അതിനെ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരം. അപ്പോ നമ്മുടെ സംഘടന എന്തുകൊണ്ടും നമ്മുടെ പൂർവ്വസൂരികളായ ആളുകളുടെ അവർ വരച്ചു വെച്ച ആ ഒരു പാതയിലൂടെ കടന്നു വരുന്നു എന്നുള്ളതിൽ നമ്മൾ ഏറെ അഭിമാനിക്കുന്നു. കാരണം വേറെ മറ്റു സംഘടനകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്തതാണത്. അതായത് അവരൊക്കെ അവരുടെ നേതാക്കന്മാരെ പിന്നീട് തിരുത്തുകയോ അല്ലെങ്കിൽ നേതാക്കന്മാർ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു പാതയിൽ മുറുകെ പിടിച്ചു. നിങ്ങൾ മനസ്സിലാക്കൂ, കേരളത്തിലുള്ള ഒരു പണ്ഡിതന് വളർന്ന എത്ര വളരും? സമസ്തയുടെ പ്രസിഡന്റ് അതിന്റെ അപ്പുറം പോല വേറെ വളരൂല. സമസ്തയുടെ പ്രസിഡന്റ് ആകുക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഓന് കിട്ടുന്ന അദ്ദേഹത്തിനുണ്ട് ഓനെന്ന് പറയണ്ട അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ പദവി സമസ്തയുടെ. അത് അവിഭക്ത സമസ്തയുടെ പദവി താൻ വിശ്വസിച്ച താൻ അറിഞ്ഞ ഒരു കാര്യത്തിന് വിരുദ്ധമായി താൻ ഉൾപ്പെടെയുള്ള ഒരു സംഘടന പാസാക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഇറങ്ങിപ്പോന്ന ആള് നമ്മുടെ ശേഖർ. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളിപ്പോ എന്താ പേര് എന്ത് ചെയ്യാ, ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയല്ലോ, നമ്മൾ ആ സംഘടനയെ പെട്ടുപോയല്ലോ, എങ്ങനെ ആയിപ്പോയല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ആ ഒരു സംഘടന എടുത്ത തീരുമാനം ഞാൻ വിശ്വസിക്കുകയും എന്റെ ഉസ്താദുമാര് പഠിപ്പിക്കുകയും പണ്ഡിതന്മാർ നിരാകരിക്കുകയും ചെയ്ത ഒരു വിഷയത്തിലാണ് എന്ന് കണ്ടപ്പോൾ പുല്ല് വില കൽപ്പിക്കാതെ അതിൽ നിന്നും രാജിവെച്ച് പുറത്തു പോന്നു ഷെയ്ഖുനാക്ക് വേണേ അവിടെ നിൽക്കാമായിരുന്നു. എന്നിട്ട് ഷെയ്ഖുന അതിൽ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചോ? ഇല്ല. ബഹുവന്ധ്യരായ അലവി ഉസ്താദ് മരണപ്പെട്ടു പോയി. ആ അലവി ഉസ്താദ് ഷെയ്ഖുന ഇറങ്ങിപ്പോരുന്ന സമയത്ത് പാലക്കാട് ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അവൻ മനസ്സിലാക്കണം. പാലക്കാട് ജില്ലയുടെ ഷെയ്ഖുന പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ, പോരാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇവിടെ അടികൂടാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പള്ളികൾ പിടിച്ചെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മദ്രസകൾക്കിടയിൽ ചുമരുകൾ വെക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഷെയ്ഖുന മനസ്സിലാക്കണം, ഒരു തരത്തിലുള്ള കലാപ അന്തരീക്ഷങ്ങളും ഉണ്ടാക്കാൻ ഷെയ്ഖുനയോ അതിന് ബന്ധപ്പെട്ട ആളുകളോ സംസ്ഥാനയുടെ നേതാക്കന്മാരോ ഇവിടെ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നാദാപുരത്ത് ഞാൻ 9 കൊല്ലം അവിടെ പഠിച്ചാണല്ലേ. അവിടെയുള്ള പല മദ്രസകളിലും മദ്രസ സംസ്ഥാനാന്നുള്ളൂ, നടത്തിപ്പുകാർ സംസ്ഥാനക്കാരാണ്, ഉസ്താദുമാർ സംസ്ഥാനക്കാരാണ്, പഠിക്കുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാനക്കാരാണ്. പുഷ്പം പറിക്കുന്നത് പോലെ ആ സംസ്ഥയുടെ മദ്രസ സംസ്ഥാനയുടെ സിലബസിലാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ലാത്ത ആ നാടുകളിൽ ഒരു പ്രശ്നവുമില്ലാതെ സംസ്ഥയുടെ മദ്രസയായി കടന്നു പോകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വന്നവരല്ല. AP വിഭാഗം നമുക്ക് അറിഞ്ഞൂടാത്തണോ? ഒരു സംഘടന വളർത്താനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഒരു പ്രത്യക്ഷമായ ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് ആ ശത്രുവിനെതിരെ അടിച്ച് അല്ലെങ്കിൽ പിന്നെ അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് സ്വാഭാവികമായ ഒരു സംഘടന വളരുന്നത്. എവിടെയും പ്രശ്നങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണ് ഇത് പര്യന്തമായി സംസ്ഥാനക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ. എവിടാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനക്കാരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മഹലിന്റെ കെട്ടുറപ്പും പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയും അത് ഇല്ലാതെയാക്കാൻ, കലാപ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ ഒരിക്കലും സംസ്ഥാനക്കാരൻ നിലകൊണ്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് പരിചയമുള്ള മദ്രസകളുണ്ട്, ഒരുപാട് ആളുകൾ സംസ്ഥാനക്കാർ, മുഴുവൻ അധ്യാപകർ സംസ്ഥാനക്കാർ, കുട്ടികളും ഭൂരിപക്ഷം, അത് നടത്തിപ്പുകാരും സംസ്ഥാനക്കാരും. പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും അവിടെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ AP വിഭാഗം പിരിഞ്ഞു പോന്നപ്പോ എന്താ സംഭവിച്ചത്? അടിച്ചു പിരിഞ്ഞില്ലേ? ഒരുപാട് മദ്രസകൾക്കിടയിൽ ചുമരുകൾ വെച്ചില്ലേ? പള്ളികൾ ഉണ്ടാക്കിയില്ലേ? നാട്ടിൽ കലാപ ഭൂമികൾ ഉണ്ടാക്കിയില്ല? ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ ഒരു വ്യക്തിയെ അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളതിനെ കുറിച്ച് പറയാം?
ഒരു മുസ്ലിമും രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിക്കുകയും ഒരു മുസ്ലിം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും നരകത്തിലാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചു. അതെന്താ പ്രവാചകരെ, കൊന്നാള് നരകത്തിലാണല്ല ശരി തന്നെ, എന്തിനാ കൊല്ലപ്പെട്ടവൻ നരകത്തിലാകുന്നത്? അവൻ തന്റെ സഹോദരനെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചവനായിരുന്നു. അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും എത്ര പറയുന്നു. മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിൽ 2 പേര്, മുഹമ്മദ് കുഞ്ഞ്, ഒരു നൂറുദ്ദീൻ എന്നിവർ കൊല്ലപ്പെട്ടില്ലേ? ഇതൊക്കെ അടുത്തല്ലേ? അതൊന്നും വലിയ ദൂരമൊന്നുമില്ല. രാഷ്ട്രീയം വർഷമൊന്നും കാര്യമില്ല. അതിലൊക്കെ മതമടങ്ങിയിട്ടുണ്ട്. മതമല്ല, സംഘടന അടങ്ങിയിട്ടുണ്ട്. സംഘടനാ സങ്കുചിതത്വമാണ് അവിടെയൊക്കെ നടക്കുന്നത്. എപിക്കാരന്റെ കല്യാണത്തിന് പോയാൽ ഈക്ക വിഭാഗത്തിന്റെ ഒരു ഉസ്താദ് ആണെങ്കിൽ പോലും അവനെ കണ്ട മൈൻഡ് ചെയ്യും. നേരെ തിരിച്ചായാലും ആരെയും കണ്ടാ മൈൻഡില്ല. വെറും സംഘടന സങ്കുചിതത്വം മാത്രമാണ് ഇന്നുള്ളത്. എന്നാലോ യാതൊരു വിവരമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. വാല് തലയെ നിയന്ത്രിച്ചുകൊണ്ടിരിച്ചു. SKSSF വെറുപ്പിച്ച ഒരു നേതാവിനെ സമസ്തയിൽ നിലനിൽക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാസിമി പുറത്തുപോയി. കാസിമിക്കുന്ന ആളില്ലാണ്ടായി പോയി. ഒരു കാലത്ത് കാസിമി എന്ന് പറഞ്ഞാല് ജനങ്ങൾ ഇങ്ങനെ ഓടുമായിരുന്നു. ഇപ്പൊ കാസിമിക്ക് സദസ്സിലില്ല, ആളില്ല. കാസിമി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആളില്ലാതെ ഇപ്പൊ. എന്തുകൊണ്ട്? SKSSFിനെ അദ്ദേഹം ചിലന്തൊരു വിമർശനം നടത്തുകയോ AP-യോട് മാപ്പ് പറയാൻ പോവുകയോ. അതായത് വിരുദ്ധത മാത്രമാണ് ഇന്ന് SKSSFിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല സുഹൃത്തുക്കളോടും ചോദിക്കാറുണ്ട്, ഇത്ര 25 കൊല്ലം എത്ര കൊല്ലമായാലും നിങ്ങൾ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി നടത്താറുണ്ട്? ഉള്ള പരിപാടി നടത്തിയാൽ അതിലൊക്കെ അദ്ദേഹത്തെ കുറിച്ചിട്ടാട്ട് അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുക. മറ്റേ വല്യാപ്പാന്റെ പ്രായമുള്ള AP മൂല്യാരെ ചെറിയ മക്കളാണ് തെറി വിളിക്കുന്നത്. എന്തൊക്കെ തെറിയാ വിളിച്ചു പറയും. അപ്പോ പണ്ഡിതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രശ്നം, ഇതൊന്നും സംസ്ഥാന അതിൽ നിന്ന് പോന്ന ശേഷം ഇതിൽ നിന്ന് പോരുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരു സംഘടന ഉണ്ടാക്കി. അത് പിളർത്തി പോകുന്നതല്ല, നമ്മൾ മനസ്സിലാക്കണം. AP വിഭാഗം ചെയ്തതുപോലെയല്ല, സംസ്ഥാന അത് പിളർത്തി പോകുന്നതൊന്നുമല്ല. സംഘടന വേറെ ഉണ്ടാക്കിയപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ ഭാഗവാക്കാണ് നമ്മൾ. അതിന്റെ യുവജന വിഭാഗത്തിന്റെ പ്രവർത്തകരാണ് നമ്മൾ. SYF-ന്റെ പ്രവർത്തകർ. നമുക്കാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞതും. ഓമശ്ശേരി മേഖല അല്ലെങ്കിൽ ഓമശ്ശേരി പഞ്ചായത്ത് കൺവെൻഷനുകൾ എല്ലായിടത്തും നടക്കുന്നു. നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ നടത്തുന്നു. നമ്മൾ 4-3 ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ആ കഴിയുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോ എന്റെ പ്രിയപ്പെട്ട SYF-ന്റെ പ്രവർത്തകർ, ഞാനും നിങ്ങളും പൂർണ്ണമായും ഹക്കിന്റെ മാർഗത്തിലാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണം. ഇതാണ് യഥാർത്ഥ മാർഗം എന്നുള്ളതിൽ ഒരു സംശയത്തിന്റെയും ഒരു ഇട പോലും അവിടെയില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ഉറപ്പിച്ചിരിക്കണം. അത് എങ്ങനെയാ മനസ്സിലാകുക? ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ്, ഏറ്റവും നല്ല മികച്ച കോളേജാണ് എങ്ങനെയാ നമ്മൾ പഠിക്കുക? ആ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികൾ ആ കോളേജിന്റെ ആ സ്കൂളിന്റെ പ്രൊഡക്റ്റ് എന്താണോ എന്ന് നോക്കിയിട്ടാണ് അത് എത്ര വലിയ കോളേജാന്ന് മനസ്സിലാക്കുക. അല്ലാതെ കോളേജിന്റെ കെട്ടിടത്തിന്റെ വലിപ്പം ഉയരോ എന്നല്ലല്ലോ. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഏത് വലിയ IAS-കാരും അതുപോലെയുള്ള ഉന്നത സിവിൽ മേഖലകൾ, സിവിൽ സർവീസ് മേഖലകളിലൊക്കെ വലിയ വലിയ പദവികൾ, ഉയർന്ന പദവികൾ നേടിയവരാണെങ്കിൽ ആ സ്കൂൾ വലിയ സ്കൂളായി. നമ്മുടെ സംഘടന വലുത് എന്ന് പറയാൻ കാരണം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അതിന് ഇതുവരെ നേതൃത്വം നൽകിയിരുന്ന ഉലമാക്കളും നല്ല മാർഗത്തിലൂടെ മാത്രം കടന്നു വന്നവരാണ് എന്നുള്ളത്. ശൈഖുനാ താജുൽ ഉലമയെ പോലെ, ശംസുൽ ഉലമയെ പോലെ, തങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അവർ നേതൃത്വം നൽകിയ, ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേതൃത്വത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതുപോലെയുള്ള ഒരു നേതൃത്വം മറ്റേത് സംഘടനയ്ക്ക് അവകാശപ്പെടാനുണ്ട്.
ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം. മറ്റൊരു സംഘടനക്കും അവകാശപ്പെടാനില്ലാത്ത ഇത്രയും ബൃഹത്തായ ഒരു നേതൃനിര നമ്മുടെ സംസ്ഥാനയെ പോലെയുള്ള, നമ്മുടെ SYF-നെ പോലെയുള്ള മറ്റൊരു സംഘടനകൾക്കും അവകാശപ്പെടാനില്ല. ആ അർത്ഥത്തിൽ നമ്മുടെ സംഘടന ഒരു ബൃഹത്തായ സംഘടന. ആളിന്റെ എണ്ണം കുറവാണെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാൻ, മെമ്പർഷിപ്പ് എടുക്കാൻ ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ഇതിന് നേതൃത്വം നൽകുന്നത് സച്ചരിതരായ ഉലമാക്കളാണ്, ഉഖ്റവിയായ ഉലമാക്കളാണ്. ആ ഉലമാക്കളാൽ പടുത്തുയർത്തപ്പെട്ട, ആ ഉലമാക്കളാൽ എന്നും നയിക്കപ്പെട്ട ഈ സംഘടനയുടെ ഭാഗവാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഏറെ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ SYF-ന്റെയും അതുപോലെ തന്നെ ഈ സംഘടനയുടെയും അടിയുറച്ച പ്രവർത്തകരായി ഇനിയും നാം മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രസംഗത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കണം. SYF-ന്റെ പഞ്ചായത്ത് കൺവെൻഷൻ വരുന്നുണ്ട്. ഇപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏറെ ഭാഗ്യം ചെയ്തിരിക്കുന്നു ഈ ഒരു സംഘടനയുടെ ഭാഗവാക്കാകാൻ കഴിഞ്ഞത് എന്നത് ഞാൻ ഒന്നുകൂടി ഉണർത്തി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.